ഈ ഗ്രാമത്തെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം കേൾക്കാനിടയായി. ഗവർണർ ആ പ്രസംഗം വായിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം തന്നെ ആ കാര്യം അറിയുന്നത്. ഗവർണറുടെ പ്രസംഗം എന്ന് പറയുന്നത് നേരത്തെ തന്നെ മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് തന്നെ കൊടുത്ത് അദ്ദേഹം അതിലെ കറക്ഷനൊക്കെ വരുത്തിയിട്ടാണ് ഗവർണർ അത് വായിക്കുന്നത്. പഴയ ഗവർണറെ പോലെ ഒരു 2 മിനിറ്റ് നേരം പ്രസംഗം വായിച്ച് അവസാനിപ്പിക്കാതെ 2 മണിക്കൂറോളം എടുത്താണ് നമ്മുടെ പുതിയ ഗവർണർ ആ പ്രസംഗം വായിച്ചത്. അപ്പൊ വായിക്കുമ്പോൾ ഈ ഗ്രാമത്തെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിച്ചു. അതിനു മുമ്പ് നിയമസഭയിൽ പല മെമ്പർമാരും ഇങ്ങനെ ഒരു ഗ്രാമത്തെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ അവർക്കാർക്കും തന്നെ ഈ ലോക പ്രശസ്തമായ ഗ്രാമത്തിനെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനമില്ല. അവരിങ്ങനെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും കേരള നിയമസഭയുടെ രേഖകളിൽ വളരെ കൃത്യമായി ഈ ഗ്രാമം എന്താണ് എന്നുള്ളത് ഇപ്പോൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതൊരു കാലത്തും കേരള നിയമസഭയുടെ നടപടിക്രമങ്ങളും ചട്ടങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഈ ഗ്രാമത്തിന്റെ മഹിമ എന്താണ് എന്ന് എല്ലാവർക്കും എല്ലാ കാലത്തും അറിയാൻ സാധിക്കുന്ന രീതിയിൽ അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാകാൻ കാരണമായത് നമ്മുടെ വായനശാലയാണ്. ശ്രീ ഗോവിന്ദൻകുട്ടിയുടെ നാമധേയത്തിലുള്ള ഈ വായനശാല അവരുടെ പ്രവർത്തനത്തിന്റെ മികവാണ് ഒരു ഗ്രാമത്തെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത്. ആദ്യം കണ്ണ് ദാനം ചെയ്തുകൊണ്ട്, പിന്നെ അവയവം ദാനം ചെയ്തുകൊണ്ട്, പിന്നെ തുടങ്ങിയിട്ടുള്ള പഠനാവശ്യങ്ങൾക്ക് ശരീരം വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിനൊക്കെ തന്നെ ഇത് മാത്രമല്ല, മറ്റുള്ള ചില പ്രവർത്തനങ്ങളും ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം പാകം ചെയ്ത് വീടുകൾ എത്തിച്ചു കൊടുക്കുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ആശയങ്ങളൊക്കെ തന്നെ നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഈ ഒരു മഹത്തായ വായനശാലയാണ്, ആ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ആ ഒരു കൂട്ടായ്മയോട് കൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തെയും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡൈവേഴ്സിറ്റിയെ തീർച്ചയായിട്ടും അത് പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ വായനശാലയാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയ കാലത്തും നമ്മുടെ ഗ്രാമങ്ങളുടെ എല്ലാ ദിശകളെയും നിർണയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ വായനശാലകൾ തന്നെയാണ്. അപ്പൊ അതിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള പങ്കാണ് ഈ വായനശാല വഹിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ഈ കാര്യം സൂചിപ്പിച്ചു എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ നാസർ വിശദമായ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കും. കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സുകൾ അകറ്റാൻ വേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ മനുഷ്യന്റെ മനസ്സുകളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ കയറി വരാനുള്ള സാധ്യതകളുമുണ്ട്. ആ സാധ്യതകളിൽ നിന്നൊക്കെ നമ്മുടെ ഗ്രാമത്തെയും അതുവഴി മറ്റുള്ളവരെയും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കണം. അതാണ് നേരത്തെ സ്വാഗത പ്രാസംഗത്തിൽ വളരെ വിശദമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഒരുപാട് പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കണം ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഈ ഒരു ഗ്രാമത്തിന് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഹേതുവുമായിട്ടുള്ള ഈ ഒരു വായനശാല തീർച്ചയായിട്ടും നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.